ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്കായിട്ട് വെറും മിക്സിയും കുക്കറും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നിങ്ങളും ഈ കറക്റ്റ് അളവ് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹമീൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് 4 മുട്ടയാണ്. ഈ 4 മുട്ടയെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്, പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നിർത്താതെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പതാ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത ബാറ്ററിനെ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് താഴെയുള്ള ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് ആരും അടിച്ചെടുക്കരുത് കേട്ടോ. എളുപ്പത്തിന് മിക്സ് ആവാനും വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ആരും അടിച്ചെടുക്കരുത്. അപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല, അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ഫോൾഡ് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഏകദേശം ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പാലും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കേക്ക് ടിന്നാണ്. ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആദ്യം എണ്ണയൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കേക്ക് ശരിയായി വരാതിരിക്കുമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് മുകളിൽ തൂവി കൊടുത്തിട്ട് ഒന്ന് കൊട്ടിക്കൊടുത്ത് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് എയർ പോവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ കേക്കിൻ്റെ അകത്ത് വലിയ വലിയ ഹോള് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കേക്കിൻ്റെ ടിന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുക്കറിലാണ് ബേക്ക് ചെയ്യണത്. കുക്കറിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു തട്ടും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കേക്ക് ടിന്നും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, എന്നാലും കേക്ക് റെഡി ആയിട്ട് കിട്ടും. ചിലപ്പോൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. എന്നിട്ടൊരു 40 മിനിറ്റോളം അടച്ചു വെച്ച് ബേക്ക് ചെയ്യുക. പിന്നെ ഇത് ബേക്ക് ആവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കരുത്. അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബേക്കായി വരുന്ന 30 മിനിറ്റോളം തുറന്ന് നോക്കിയേ ചെയ്യരുത് കേട്ടോ.
ഇപ്പം ഞാൻ 40 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നല്ല പോലെ പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം മാത്രമേ കേക്കിനെ ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കേക്കിനെ ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാനായിട്ട് പറ്റി. ഇനി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാത്തവരാണെങ്കിൽ ആദ്യം കേക്കിൻ്റെ സൈഡ് ഒന്ന് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ട് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് വിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഞാനിതാ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ച് ആയ വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. വെറും മിക്സിയും നമ്മുടെ കുക്കർ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.